കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഇന്ന് റാന്നി കോടതിയിൽ കീഴടങ്ങും. ശബരിമല യുവതീ പ്രവേശന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രകാശ് ബാബുവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 4-ന് മുൻപായി പത്രിക സമർപ്പിക്കണമെന്നിരിക്കെ കേസുകളിൽ ജാമ്യമെടുക്കാനാണ് പ്രകാശ് ബാബു കോടതിയിൽ കീഴടങ്ങുന്നത്. ശബരിമല യുവതീ പ്രവേശന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകാശ് ബാബുവിനെതിരെ 8 കേസുകളാണുള്ളത്. ശബരിമലയിൽ കലാപത്തിന് ശ്രമിച്ചു, ചിത്തിരാട്ട് വിശേഷത്തിനിടെ സ്ത്രീയെ തടഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസ് വാഹനങ്ങൾ തകർത്തു എന്നീ കേസുകളിലാണ് പ്രകാശ് ബാബുവിനെതിരെ അറസ്റ്റ് വാറണ്ടുള്ളത്. ശബരിമല പ്രക്ഷോഭത്തിന് മുൻനിരയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ പ്രകാശ് ബാബുവിനെതിരെ നിരവധി കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം തനിക്കെതിരെയുള്ള കേസുകളെല്ലാം വ്യാജമാണെന്നും എന്നാൽ അതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രകാശ് ബാബു നേരത്തെ പ്രതികരിച്ചിരുന്നു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.